ഒരു തർക്കത്തിലതാണ്. ഒരു തർക്കത്തിൽ നമ്മളൊരു ഫോറും എഗൻസ്റ്റും പറയും. എൻ്റെ തർക്കം അല്ലെങ്കിൽ എൻ്റെ വാദം ഇന്റലിജന്റ് ഡിസൈൻ എന്ന വാദമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് തമ്പ് ഇംപ്രഷൻ പറഞ്ഞത് ഇത്രയും നാച്ചുറൽ വെറൈറ്റി വരണമെങ്കിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയുന്നതിനാണ് ഇന്റലിജന്റ് ഡിസൈൻ എന്ന് പറയുന്നത്. എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയുന്ന കാര്യത്തെയാണ് ഉദാഹരണമല്ല അദ്ദേഹം അങ്ങനല്ല പറഞ്ഞത്. ഉദാഹരണം, ഓരോ അണുവിനും അതിൻ്റെതായ യുണീക്നെസ് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹവും കാരണം പറഞ്ഞില്ല. അതാണ് ഇന്റലിജന്റ് ഡിസൈൻ. അതാണ് ഇന്റലിജന്റ്. അല്ലല്ല, ഒരു സെന്റ് അങ്ങനെ അല്ലല്ല, അങ്ങനെ ദയവ് ചെയ്ത് അദ്ദേഹം ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞോണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ ബ്രീഫായിട്ട് ആ ചോദ്യങ്ങളിലെ പൊതുവായുള്ളൊരു ഘടന വെച്ചിട്ട് ഒരു മറുപടി. അതുകൊണ്ട് റിച്ചാർഡ് ഡോക്കിൻസ് ഇങ്ങനെ പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത് ഇന്റലിജന്റ് ഡിസൈൻ എന്ന വാക്കിനെ അദ്ദേഹം അംഗീകരിക്കുന്നതാണ്. എന്റെ ഇന്റലിജന്റ് ഡിസൈൻ എന്ന ആർഗ്യുമെന്റ് വരുന്നത് ആൽബർട്ട് ഐൻസ്റ്റീനും സ്പിനോസയാണ്. അത് പോട്ടെ, പാൻതീസം എന്ന് അവരും പറഞ്ഞിട്ടില്ലേ? പാൻതീസം എന്ന വാക്ക് അല്ലെങ്കിൽ പാനൻതീസം എന്ന വാക്ക് അയൻസ്റ്റീനും സ്പിനോസയും അടക്കമുള്ള ഉപയോഗിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കും, അതല്ല പോയിന്റ്. പക്ഷേ ഇതാണ് എന്റെ ആർഗ്യുമെന്റ്. നമ്മളൊരു ആർഗ്യുമെന്റ് ഫോർവേഡ് ചെയ്യുമ്പോൾ എന്താണ് ആർഗ്യുമെന്റ് എന്നറിയും. തീർച്ചയായും ഇത് കേട്ട ഒരാൾ ഈശ്വരവിശ്വാസിയാവോ? ഇല്ല. ഇപ്പം ഇപ്പം വിഷ്ണു എന്നൊരാളുണ്ട്, ഈശ്വരവിശ്വാസിയാണെന്നുള്ള നിരീശ്വരവാദിയോ ഇല്ല. പക്ഷെ നമ്മുടെ ആർഗ്യുമെന്റ് എന്താണെന്ന് ഞാൻ പുട്ട് ഫോർവേഡ് ചെയ്തതാണ്. അപ്പൊ എന്റെ ആർഗ്യുമെന്റ് ബേസിക്കലി സ്റ്റെം ചെയ്യുന്നത് ഇന്റലിജന്റ് ഡിസൈനിൽ നിന്നാണ്.